Hello my dear students, very good morning. How are you all? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ പുതിയൊരാഴ്ചയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ആഴ്ചയുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച തൊട്ട് നമുക്കിനി എല്ലാ ദിവസങ്ങളും മൺഡേ ടു ഫ്രൈഡേ 5 hour സെഷൻസാണ് വരുന്നത്. നമ്മുടെ റെഗുലർ കോളേജ് അവേഴ്സ് ഉള്ള പോലെ തന്നെ. ഓക്കെ, സോ ഇതുവരെ നമ്മൾ 3 സെഷൻസ് വെച്ച് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസിലേക്ക് നിങ്ങൾ കുറച്ചൊന്ന് യൂസ്ഡ് ആക്കി. ഇനി നമ്മൾ റെഗുലർ ഫോമാറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ചേഞ്ചാണ് ഈ ആഴ്ച തൊട്ട് നമുക്കുണ്ടാവുന്നത്. 1 hour സെഷനാണ്. 8:30 to 1:30 വരെ 1 hour സെഷൻസാണ് വരുന്നത്. അതിൽ ഹാഫ് ആൻ അവർ ക്ലാസ്സും ഹാഫ് ആൻ അവർ സമ്മറി സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമാണ് ഓരോ സെഷൻസിൽ വരുന്നത്. എല്ലാവരും കൃത്യമായിട്ട് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് സമ്മറി അയക്കുക. ഓക്കെ, സോ ഈ ഒരു മാറ്റം നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ പഠനത്തിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഇതിനെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ എടുക്കാനോ അല്ലെങ്കിൽ ഇതിനെ അവോയ്ഡ് ചെയ്യുന്നത് ഉചിതമല്ല. സോ യു ഹാവ് ടു കൺസിഡർ ഇറ്റ്. ഞാൻ ഈ ഒരു കൺസിഡറേഷൻ പറയാൻ കാരണം നമ്മളിപ്പം ബിസിനസ് ലോയിലും അത്തരത്തിലുള്ള കൺസിഡറേഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ കൺസിഡറേഷൻ ഒബ്ജക്റ്റീവ്, ലീഗാലിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന ഒബ്ജക്റ്റീവ് അതാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് ഈ ആഴ്ചയും വരുന്നത്. ഓക്കെ, സോ ഈ ആഴ്ചയിൽ നമ്മൾ നിയമത്തിന് നിരക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ അഗ്രിമെൻറ്റ് വോയിഡ് ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ പല ആസ്പെക്ട്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൽ ആദ്യം വരുന്നത് ഫോർബിഡൻ ബൈ ലോ. ഫോർബിഡൻ ബൈ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ആസ്പദമാക്കി എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്താൽ ആ എഗ്രിമെൻറ്റ് വോയിഡ് ആവും. ഓക്കെ, മിക്കവാറും ക്രിമിനൽ നേച്ചറുള്ള ഒരുപാട് ആക്ടിവിറ്റീസിനെ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ഫോർബിഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ പണിഷബിൾ ആണെന്നും പറയുന്നുണ്ട്. ഇനി ഇതെല്ലാം പീനൽ കോഡിലല്ലാതെയുള്ള വേറെ ചില ആക്ടിവിറ്റീസ് സ്പെഷ്യൽ ആക്റ്റുകൾ ഫോർബിഡ് ചെയ്ത് പണിഷബിൾ ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആദ്യം ഫോർബിഡൻ ബൈ ലോ പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുന്നത് മിസ്റ്റർ റോയ് ആൻഡ് മിസ്റ്റർ ജോയ്. മിസ്റ്റർ റോയ് എന്ത് ചെയ്യുന്നുണ്ട്, മിസ്റ്റർ ജോയ്ക്ക് കുറച്ച് ഗുഡ്സ് സെയിൽ ചെയ്യാനുള്ള ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്തു. രണ്ടുപേർക്ക് അറിയാവുന്ന ഒരു സത്യാവസ്ഥ എന്താ വെച്ചാൽ ഈ ഗുഡ്സ് പുറമേ രാജ്യങ്ങളിൽ നിന്ന് സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്ന ഗുഡ്സാണ്. ഓക്കെ, നമ്മളുടെ ഇന്ത്യയിൽ ഈ പറയുന്ന സ്മഗ്ലിങ് ഒരു നിയമവും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർ ഫോം ചെയ്ത എഗ്രിമെൻറ്റ് വോയിഡാണ്. ഈ സ്മഗ്ലിംഗ് ഗുഡ്സായിട്ട് ഡീൽ ചെയ്തുകൊണ്ട് ഇവർ രണ്ടുപേരും പണിഷബിളുമാണ്. ഓക്കെ, അതാണ് ഫോർബിഡൻ ബൈ ലോ. ഇനി ഡിഫീറ്റിംഗ് ദ പ്രൊവിഷൻ ഓഫ് എനി ലോ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നിയമവ്യവസ്ഥകളെ അടിച്ചമർത്തുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ആ അഗ്രിമെൻറ്റ് വോയിഡായി മാറും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഫോം ചെയ്യാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ 20-ൽ കൂടുതൽ ആൾക്കാർ ആ ബിസിനസ്സിൻ്റെ പാർട്ട്ണർഷിപ്പ് മെമ്പേഴ്സായിട്ട് എഗ്രി ചെയ്യാൻ പോവുകയാണ്. പക്ഷേ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഒരു ബിസിനസ് ഓർഗനൈസേഷനിലും 20-ൽ കൂടുതൽ മെമ്പർ പാർട്ട്ണർഷിപ്പ് പാടില്ല എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ ഇവിടെ അതിനെ ഡിഫീറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് എഗ്രിമെൻറ്റ് ഫോം ചെയ്യാൻ പോകുന്നത്. അത്തരത്തിലുള്ള എഗ്രിമെൻറ്റ് വോയിഡാണ്, ആ ബിസിനസ് ഫോം ചെയ്യില്ല. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ രണ്ട് ലീഗലി അൺലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനി അടുത്തെന്താ പറയണമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഡിഫീറ്റിംഗ് ഓഫ് ലോ ഈസ് അൺലോഫുൾ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പം അതിനൊരു എക്സാമ്പിൾ കൂടിയാണ് ഇവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു പാർട്ട്ണർഷിപ്പ് അറേഞ്ച്മെൻറ്റ് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ്. മിസ്റ്റർ അനിൽ ഗീവ്സ് എ ലോൺ ഓഫ് 50,000 ടു മിസ്റ്റർ വിനു. പക്ഷേ വിനു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനു അഗ്രീസ് ദ ലോൺ, ബട്ട് ഹി സേസ് ദാറ്റ് അനിൽ ഷുഡ് നോട്ട് റൈസ്. എന്തെങ്കിലും ഒരു വീഴ്ച ഈ വിനുവിൻ്റെ ഭാഗത്ത് ഈ ലോൺ അടയ്ക്കാനുള്ള ഇത് വന്നു കഴിഞ്ഞാൽ അനിൽ ഒരിക്കലും വിനുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യരുതെന്ന് അഗ്രി ചെയ്യാൻ പറയുകയാണ്. പക്ഷേ അത് ആക്ച്വലി ഈ ലോൺ റിക്കവറിക്ക് നിരക്കുന്നതല്ല. കാരണം അക്കോർഡിംഗ് ടു ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട് 1963 ഒരാൾ ലോൺ എടുത്ത് അത് അടച്ചില്ല, അത് തിരിച്ചടച്ചില്ല, അതിൻ്റെ ടൈം ലിമിറ്റേഷൻ കഴിഞ്ഞിട്ടും അയാൾ തിരിച്ചടച്ചില്ലെങ്കിൽ അയാളുടെ അഗെയിൻസ്റ്റ് ആയിട്ട് ലീഗലി മൂവ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ,
സോ അതാ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള എഗ്രിമെൻറ്റ് വോയിഡാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഫ്രോഡുലൻ്റ് ആക്ട്. നമ്മളുടെ എഗ്രിമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒബ്ജക്റ്റ് മറ്റുള്ളവരെ ഫ്രോഡ് ചെയ്യാനോ ഡിഫീറ്റ് ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റ് വോയിഡാണ്. അങ്ങനെ ഒരു എഗ്രിമെൻറ്റും നമുക്കിവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഓൾസോ അൺലോഫുൾ. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു ദിവാകർ എന്ന് പറഞ്ഞ ആൾ കുറേ ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്തു നിന്നും ഒരുപാട് ലോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും തിരിച്ചടച്ചിട്ടില്ല. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അയാളെ റീപേ ചെയ്യാനായിട്ട് പ്രസ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ദിവാകർ ഈ ക്രെഡിറ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാനും അതുപോലെ പേയ്മെൻറ്റ് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് അയാൾ പേ ചെയ്തില്ലെങ്കിൽ ഈ ദിവാകറുടെ ഇമൂവബിൾ പ്രോപ്പർട്ടീസിലായിരിക്കും പിന്നെ നമ്മുടെ ക്രെഡിറ്റേഴ്സ് കയ്യേറുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദിവാകർ എന്ത് ചെയ്തു, അയാളുടെ വളരെ ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള കാർത്തിക്കിന് താൽക്കാലികമായിട്ട് അയാളുടെ എല്ലാ ഇമൂവബിൾ പ്രോപ്പർട്ടീസും അയാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. മിസ്റ്റർ കാർത്തിക്കും എന്ത് ചെയ്തു, അഗ്രി ചെയ്തു. അപ്പോൾ അങ്ങനെ കാർത്തിക് അത് അഗ്രി ചെയ്തപ്പോൾ ദിവാകർ എന്ത് ചെയ്തു, ആ എഗ്രിമെൻറ്റ് ആ ഒരു എഗ്രി ഇത് ചെയ്തതിന് ₹30,000 കൺസിഡറേഷനായിട്ട് കൊടുക്കുകയാണ്. ആക്ച്വലി ഈ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇത് ആൾക്കാരെ ഫ്രോഡാക്കാൻ വേണ്ടിയിട്ട്, മറ്റാൾക്കാരെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റേഴ്സിന്. അപ്പോൾ അതുകൊണ്ട് ഈ കൺസിഡറേഷൻ അൺലോഫുള്ളാണ്, എഗ്രിമെൻറ്റ് വോയിഡാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇഞ്ചുറി ടു ദ പ്രോപ്പർട്ടി. ഇപ്പോൾ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് അതിൻ്റെ ഒബ്ജക്റ്റ് മറ്റുള്ള ഒരു ആളിനെ ഇഞ്ചുറി ചെയ്യാനോ അയാളുടെ പ്രോപ്പർട്ടീനെ ഇഞ്ചുറി ചെയ്യാനോ ഉള്ളതാണെങ്കിൽ ദാറ്റ് ഓൾസോ ഈസ് അൺലോഫുൾ ആൻഡ് ദ എഗ്രിമെൻറ്റ് ബിക്കംസ് വോയിഡ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ക്രിമിനൽ. അതാണ് പറയുന്നത്. ആൻ എക്സാമ്പിൾ നമുക്ക് അടുത്ത സ്ലൈഡിലാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. Mr. Vijayan borrowed certain amount from Mr. Shaji and executed a bond stating that Vijayan should perform manual labor till the money borrowed is repaid. വിജയ് എന്ത് ചെയ്തു, ഷാജിയുടെ അടുത്ത് കുറച്ച് പൈസ വാങ്ങിച്ചു. ഓക്കെ. അപ്പോൾ ഷാജി എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോണ്ട് ഫോം ചെയ്തു. ആ ബോണ്ടിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിജയൻ ഷാജിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കുന്നത് വരെ അയാൾക്ക് എന്താണ്, അയാളുടെ ഒരു വേലക്കാരനെ പോലെ എല്ലാ വേലയും ജോലിയും അയാൾക്ക് വേണ്ടത് ചെയ്യണം എന്നുള്ള രീതിയിൽ. ശരിക്കും ഇതൊരു എന്താ പറയുക, പേഴ്സണൽ ഇഞ്ചുറിയാണ് ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള ഒരു കൺസിഡറേഷൻ ഇറ്റ് ഈസ് അൺലോഫുൾ ആൻഡ് ദ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. അതാണ് പറയുന്നത്. ഒരു സ്ലേവിനെ പോലെ അയാൾ ലേബർ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ടു ബി ലോഫുൾ. ഓക്കെ. അതാണ്. പിന്നെ ഇമ്മോറൽ അഗ്രിമെൻറ്റ്സ് ആൻഡ് അഗ്രിമെൻറ്റ് അപ്പോസ് ടു പബ്ലിക് പോളിസി. നമ്മുടെ പൊതുസമൂഹത്തിന് നിരക്കാത്തതും നീതിക്ക് നിരക്കാത്തതുമായിട്ടുള്ള എന്ത് അഗ്രിമെൻറ്റ്സ് ഫോം ചെയ്താലും അതെല്ലാം അൺലോഫുള്ളാണ്. അങ്ങനെയുള്ള അഗ്രിമെൻറ്റ്സ് എല്ലാം വോയിഡാണ്. ഓക്കെ. അപ്പം അഗ്രിമെൻറ്റ് ഇൻ ആക്ട് ഓഫ് സെക്ഷൽ ഇമ്മോറാലിറ്റി, അതുപോലെ എന്തെങ്കിലും എന്താണ് ലൈംഗികമായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള എഗ്രിമെൻറ്റ് അത് ഇമ്മോറലാണ് അല്ലേ. അതുമാത്രമല്ല, ഇപ്പം എന്തെങ്കിലും മാരിറ്റൽ സ്റ്റാറ്റസിലുള്ള ഇൻ്റർഫിയറൻസ്, ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ വേറെ ആൾ വന്ന് കടന്നു കയറുന്നത് അതും ഇമ്മോറലാണ്. പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇല്ല, വ്യഭിചാരം, അത് ഇല്ലീഗലാണ്. പിന്നെ അതുപോലെ തന്നെ നിയമത്തിന് നിരക്കുന്ന രീതിയിലല്ലാത്ത കോഹാബിറ്റേഷൻ അല്ലേ. ഇപ്പം പറയുന്നുണ്ട് എന്താണ് ഈ എന്താ പറയുക, ലിവിങ് ടുഗദർ എന്നൊക്കെയുള്ള കൺസെപ്റ്റ് വരുന്നുണ്ട്. ആക്ച്വലി അതൊക്കെ ഇല്ലീഗലാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ. ഒരുപാടൊന്നും ഈ നിയമം അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ചില വലിയ ഹൈഫൈ ആൾക്കാർ മോഡേൺ ആയിട്ടുള്ള ചിന്താഗതിയിൽ വന്നിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ നാടുകളിലൊന്നും അതധികം അങ്ങനെ നിയമം സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഇല്ലീഗൽ കൊഹാബിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ലിവിങ് ടുഗദർ ഒന്നും നിയമത്തിന് പിന്തുണ ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. ഇപ്പോഴും നമ്മളുടെ ഒരു കൾച്ചർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അപ്പം അങ്ങനെയൊക്കെ ഇല്ലീഗലായിട്ടുള്ളത്, ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനോട് ആസ്പദമാക്കിയിട്ടുള്ള ഏതൊരു എഗ്രിമെൻറ്റും വോയിഡാണ്. ഒരു എക്സാമ്പിളൂടെ പറയുന്നുണ്ട്. 2 എക്സാമ്പിളാണ് പറയുന്നത്. ആദ്യത്തെ ഒരു എക്സാമ്പിളിൽ മിസ്റ്റർ ഷാ ഗീവ്സ് ഹിസ് ബിൽഡിംഗ് ഫോർ റെൻറ്റ് ഫോർ കണ്ടക്ടിങ് പ്രോസ്റ്റിറ്റ്യൂഷൻ. വ്യഭിചാരം നടത്താൻ വേണ്ടിയിട്ട് അയാളുടെ ബിൽഡിങ് അയാൾ റെൻറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ വ്യഭിചാരം നടത്താമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇമ്മോറൽ ആൻഡ് ദ law is not enforcing such kind of things, so the agreement is void. Okay.
പിന്നെ മിസ്റ്റർ റെഡ്ഡി അഡ്വാൻസ് മണി ടു ശേഖറിൻ്റെ വൈഫിന് പൈസ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശേഖറിനെ ഡൈവേഴ്സ് ചെയ്ത് എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നുള്ള രീതിയിലാണ് ആൾ പൈസ കൊടുക്കുന്നത്. പക്ഷേ ഇത് ആ പൈസ ശരിക്കും ഇല്ലീഗൽ, അതൊരു ഇമ്മോറലായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരു മാരിറ്റൽ റിലേഷനിൽ ഇൻ്റർഫിയറൻസ് ആണ് വരുന്നത്. അപ്പം അയാൾ ആ പൈസ തിരിച്ചു വാങ്ങിക്കണം, എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കില്ല. അപ്പോൾ അതാണ് ഇമ്മോറൽ എഗ്രിമെൻറ്റ് അപ്പോസ് ടു പബ്ലിക് പോളിസി പറയുന്നത്. ഓക്കെ, നമ്മുടെ പബ്ലിക് പോളിസി നമ്മുടെ പൊതുസമൂഹത്തിന് നിരക്കാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് അൺലോഫുള്ളാണ്, അത് നിയമത്തിന് നിരക്കാത്തതാണ്. അത്തരത്തിലുള്ള അഗ്രിമെൻറ്റ്സ് എല്ലാം വോയിഡാണ്. അങ്ങനെയുള്ള പല ഇൻസിഡൻസാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളുടെ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് എതിരായിട്ടുള്ളതും നമ്മുടെ പൊതുസമൂഹത്തിന് ക്ഷതം പറ്റുന്ന രീതിയിലുമായിട്ടുള്ള ഏതൊരു എഗ്രിമെൻറ്റും വോയിഡാണ്, അൺലോഫുള്ളാണ്. അത് ചെയ്യാനുള്ള അവകാശം ഒരു സിറ്റിസൺസിനും ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആദ്യം പറയുന്നത് എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസസ് ആൻഡ് ടൈറ്റിൽസ് ഇല്ലേ. ഇപ്പം നമ്മളുടെ ഒരു സർക്കാരിൻ്റെ ഒരു ആസ്തി അത് ഒരു പൗരന് ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശമില്ല. ഇപ്പോൾ ഒരു വഴിയോര കച്ചവടക്കാരന് അയാൾക്ക് കച്ചവടം നടത്താനായിട്ട് സർക്കാർ അയാൾക്ക് ഒരു സ്ഥലം കൊടുത്തു. അയാൾക്ക് ആ കച്ചവടം നടത്താൻ വേണ്ടി മാത്രമാണ് അത് അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ അയാൾക്ക് പിന്നീട് അത് കച്ചവടം നടത്താൻ പറ്റിയില്ലെങ്കിൽ ആ സ്ഥലം തിരിച്ച് അയാൾ സർക്കാരിന് തന്നെയാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അത് വേറൊരാൾക്ക് അയാൾ ക്രയവിക്രയം ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ പൊതുസമുദായത്തിന് എതിരാണ്, സമൂഹത്തിനെതിരാണ്, അത് അൺലോഫുള്ളാണ്. അങ്ങനെയുള്ള എഗ്രിമെൻറ്റ് വോയിഡാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കലും നമ്മുടെ അലൈൻ എനിമീസായിട്ട് ഒരു തരത്തിലുള്ള ട്രേഡിംഗ് ഫോം ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന് എതിരായിട്ടുള്ളതാണ്. പിന്നെ എഗ്രിമെൻറ്റ് ബൈ വൈ ഓഫ് മെയിൻ്റനൻസ് ആൻഡ് ചെമ്പർട്ടി. മെയിൻ്റനൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ നിത്യവൃത്തിക്ക് വേണ്ടി ധനസഹായം കൊടുക്കുന്നതാണ് മെയിൻ്റനൻസ്. ചെമ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പ്രോപ്പർട്ടി റിക്കവർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ചെമ്പർട്ടി. ഈ രണ്ട് കാര്യങ്ങളിലും നമ്മുടെ ഇന്ത്യൻ ലോ ചില വ്യവസ്ഥകൾ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഈ മെയിൻ്റനൻസും അതുപോലെ ചെമ്പർട്ടിയുടെയും ഒരു ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെമ്പട്ടി the object is to share the proceeds of the litigation and അതായത് ഒരു പ്രോപ്പർട്ടി റിക്കവറിങ്ങിന് സഹായിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുക, അയാൾക്ക് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കിട്ടുക എന്നുള്ള ചെമ്പട്ടി. മെയിൻ്റനൻസ് ദ ഒബ്ജക്റ്റ് ഈസ് ടു എൻകറേജ് ലിറ്റിഗേഷൻ. അതായത് മെയിൻ്റനൻസിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ നിത്യവൃത്തി മെച്ചപ്പെടുക എന്നുള്ള ഉദ്ദേശമാണ്. ഇത് രണ്ടും ഇംഗ്ലീഷ് ലോയിൽ വോയിഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ലോയിൽ അത് രണ്ടും ഇല്ലീഗലായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതിനെ നമ്മളുടെ ഇന്ത്യൻ ലോ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ്റനൻസ് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഗുണം അയാൾക്ക് കിട്ടുന്നതിൽ തെറ്റില്ല. ചെമ്പട്ടി ചെയ്യുന്ന ആൾക്കും അതിൽ ഗുണം കൺസിഡറേഷൻ കിട്ടുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി എഗ്രിമെൻറ്റ് ഫോർ സ്റ്റിഫ്ലിംഗ് സപ്രസിങ് ദ പ്രോസിക്യൂഷൻ. അതായത് നിയമത്തിനെ സപ്രസ് ചെയ്യാം. ഇപ്പോൾ ഒരു ക്രൈം ചെയ്ത ഒരാൾ ശരിക്കും കോടതി മുമ്പാകെ ഹാജരാക്കി അയാളെ വിശദീകരിച്ച് അയാളെ അയാൾ ആ ക്രൈം ചെയ്തതാണെന്ന് കോടതി വിധി പ്രഖ്യാപിക്കുകയും അതിനുള്ള ശിക്ഷ നടപ്പാക്കുകയും ആണ് സാധാരണ ചെയ്യുക. അല്ലാതെ അങ്ങനെ ഒരു ക്രൈമിനെ നീതിക്ക് മുമ്പാകെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു, അയാളുടെ നീതി വ്യവസ്ഥേനെ നമ്മൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നതും അൺലോഫുള്ളാണ്. അത് നമ്മളുടെ പൊതുസമുദായത്തിന് നിരക്കുന്നതല്ല. അയാൾ ക്രൈം ചെയ്താന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ നിയമത്തിന് മുമ്പിൽ അയാൾ ക്രൈം ചെയ്തതല്ല എന്നുള്ള രീതിയിൽ നിയമത്തിനെ നമ്മൾ നമ്മുടെ കൈവശം എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ കൺസിഡർഡ് ടു ബി അൺലോഫുൾ. അതാ പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റും വോയിഡാണ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് നമ്മളുടെ ലോയിൽ പഠിക്കാനുള്ളത്. ഇനി ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ ആൻഡ് ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് കെയർ. ഓക്കെ.